أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومنهم أميون لا يعلمون الكتاب إلا أماني وإنهم إلا يظنون صدق الله العلي العظيم. ബനൂ ഇസ്രായേലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രത്തിൽ അള്ളാഹു അവർക്ക് ചെയ്ത നിഅമത്തുകളും അവരനുഭവിച്ച ശിക്ഷയും ഒക്കെ മാറി മാറി പറഞ്ഞതിന് ശേഷം അള്ളാഹു വീണ്ടും പ്രസൻറ്റിലേക്ക് വന്നതാണ്. അള്ളാഹു എന്നിട്ട് വിശ്വാസികളോട് പ്രവാചകനോടൊക്കെ ചോദിച്ചതാണ്, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ നിങ്ങളെ അംഗീകരിക്കുമെന്ന്? ആമന ലീ ആണ്, ആമന ബി അല്ല. അൻ യുഅ്മിനൂ ലക്കും നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നിങ്ങൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കുക അവരിൽ ഒരു കൂട്ടം ആളുകൾ അഥവാ അവരുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാർ അവർ അള്ളാഹുവിൻ്റെ കലാമൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും അഥവാ അവരുടെ നിയമങ്ങളൊക്കെ കേൾക്കുകയും സുമ്മ യുഹരിഫൂനവും പിന്നെ തഹരീഫ് ചെയ്യുകയും ഹറഫ യുഹരിഫു ഹർഫുകളെ മാറ്റുക, ഹർഫുകളെ പകരം ചേർക്കുക, വളച്ചൊടിക്കുക, ഇതാണ് തഹരീഫ്. അവരുടെ കിതാബിലുള്ള തഹരീഫ്. കിതാബിൽ ഇത്തരത്തിൽ തഹരീഫ് നടത്തുകയും അള്ളാഹു നൽകിയ നിയമങ്ങളിലും അള്ളാഹു നൽകിയ അധ്യാപനങ്ങളിലൊക്കെ തഹരീഫ് നടത്തി എങ്ങനെ മിംബാദി മാ അഖലൂഹു വഹും യഅലമൂൻ അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ തഹരീഫ് നടത്തുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി മനഃപൂർവ്വം ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ തുടർച്ച പറയുകയാണ് വമിൻഹും ഉമ്മിയൂൻ, അവരുടെ കൂട്ടത്തിൽ ഉമ്മിയുകളുമുണ്ട് എന്നുള്ളത്. അതിന് ഇടയ്ക്ക് അള്ളാഹു പറഞ്ഞു വൈദാ ലഖുല്ലദീന ആമനു ഖാലൂ ആമന്ന, വിശ്വാസികളെ കാണുമ്പോൾ അവർ പറയും ഞങ്ങളും വിശ്വാസികളാണ്. പക്ഷെ അവർ തനിച്ചാകുമ്പോൾ, അവർ മാത്രമാകുമ്പോൾ അവർ പറയും, അവർ ചോദിക്കുന്നത് തുഹദ്ദിസൂനഹും ബിമാ ഫതഹ അല്ലാഹു അലൈക്കും, നിങ്ങൾക്കല്ലാഹു തുറന്നു തന്നത് അഥവാ നിങ്ങൾക്കല്ലാഹു നൽകിയത്, നിങ്ങളെ അല്ലാഹു പഠിപ്പിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളല്ലാഹു പഠിപ്പിച്ചത് നിങ്ങൾ അവർക്കെന്താ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടോ? ലിയുഹാജ്ജുക്കും ബിഹി ഇൻദ റബ്ബിക്കും, നിങ്ങളോട് അത് മുഖേന അവർ തർക്കിക്കാൻ നിമിത്തമാകും വിധം, ഇൻദ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബിനെക്കുറിച്ച് എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കുന്നില്ലേ? അതിൽ എഴുതപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കും പോലെയല്ല. അഥവാ അവരിതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പ്രവാചകനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാർ ആര് വന്നു കഴിഞ്ഞാലും സഹായിക്കണമെന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവർ പറയും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങളിതൊന്നും പുറത്തു പോയി പറയരുത്. നിങ്ങളങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് നിങ്ങൾക്കെതിരെയുള്ള ആർഗ്യുമെൻ്റാക്കി മാറ്റില്ലേ എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. അപ്പം അള്ളാഹു പറയുന്നു അവലാ യഅലമൂന, അവർക്കറിയില്ലേ അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവരെന്താണോ രഹസ്യമാക്കി വെക്കുന്നത്, അവരെന്താണോ പരസ്യമാക്കുന്നത്, അതൊക്കെ അള്ളാഹുവിനറിയാം എന്നവർക്കറിയില്ലേ? ഇത് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് അവരിൽ ഇങ്ങനെയും ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞു കിതാബൊക്കെ അറിയുന്ന ആളുകൾ തഹരീഫ് നടത്തുന്ന ആളുകളുണ്ട്, അതറിഞ്ഞുകൊണ്ട് തഹരീഫ് നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവരിൽ ഇങ്ങനെയുമുണ്ട് അമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ, കിതാബ് അറിഞ്ഞുകൂടാത്ത ഉമ്മിയുകളുണ്ട്. ഉമ്മിയിൻ്റെ അർത്ഥവും അതാണ്, കിതാബ് അറിയാത്തവർ എന്നാണ്. കിതാബ് അറിഞ്ഞുകൂടാത്ത, കിതാബ് വായിക്കാത്ത ആളുകൾ. ഇല്ലിറ്ററേറ്റ് എന്നുള്ള അർത്ഥത്തിലും എടുക്കാറുണ്ട് ഉമ്മിയ്. കാരണം ആ വാക്കിൻ്റെ ഉദ്ഭവം, അതിൻ്റെ നിഷ്പത്തി ഉമ്മ എന്ന പദത്തിൽ നിന്നാണ്, അഥവാ ഉമ്മയിലേക്ക് ചേർത്തുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഉമ്മയിലേക്ക് ചേർത്ത് പറയാനുള്ള കാരണം ഉമ്മയുടെ ഫോസ്റ്ററിങ്ങിലുള്ള ഒരു കുട്ടി എപ്രകാരം ഒന്നും അറിയില്ലയോ അതുപോലെ ഒന്നും അറിയാത്ത ആൾ, അഥവാ നിരക്ഷരൻ എന്ന അർത്ഥത്തിൽ. ഉമ്മുൽ ഖുറയുമായിട്ട് അഥവാ എല്ലാ ഗ്രാമങ്ങളുടെയും മാതാവ് എന്നുള്ള അർത്ഥത്തിൽ അറബ് നാടുകളുടെ പ്രത്യേകിച്ച് മക്കം പ്രദേശങ്ങളിലൊക്കെ ഒരു സെൻട്രൽ ടൗൺ എന്നുള്ള രീതിയിൽ മക്കയെക്കുറിച്ച് ഉമ്മുൽ ഖുറ എന്ന് പറയും. ആ നാടിനോട് ചേർത്തിട്ട് ആ നാട്ടിലെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പദം വന്നിരിക്കുന്നത് എന്നും ഒരു അഭിപ്രായമുണ്ട്. ഉമ്മിയുകൾ, ഉമ്മുൽ ഖുറയുമായി ബന്ധപ്പെടുന്ന നാട്ടിലെ ആളുകൾ. എന്തായാലും പൊതുവെ അറബികളെ കുറിക്കാനാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കിതാബ് നൽകപ്പെടാത്ത ആളുകളെക്കുറിച്ച്. ജൂതന്മാരുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അവരുടെ
അവരെ റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അത് ജെൻറ്റൈൽസാണ്. അവരല്ലാത്ത വിജാതീയരെ കുറിക്കുന്ന, വിജാതീയരായ അറബികളെ കുറിക്കാൻ ഉപയോഗിച്ച പദമാണ്. മാത്രമല്ല അറബികൾക്ക് കിതാബില്ല, കിതാബ് പാരായണമില്ല. കിതാബ് പാരായണവും അക്ഷരജ്ഞാനവും രണ്ടാണ്. അക്ഷരമറിയലും പുസ്തകവായന അല്ല യഥാർത്ഥത്തിൽ. കിതാബ് എന്ന് പറഞ്ഞ് അന്ന് രേഖപ്പെടുത്തുന്നതൊക്കെ പ്രധാനപ്പെട്ട സംഗതികൾ മാത്രമാണ്. ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളും എഴുതാനുള്ള സാങ്കേതിക വിദ്യയോ അങ്ങനെ എഴുതി വെക്കുന്ന രീതിയോ ഇല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നുള്ളൂ. ആ എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കണമെങ്കിൽ ആദ്യം അത് അറിയണം. അത് പഠിച്ച ആളുകൾക്ക് ഒരു സംഗതി വായിക്കാൻ കഴിയും. പഠിക്കാത്ത ആൾക്ക് ഇന്നത്തെ പോലെ വായിക്കാൻ കഴിയില്ല. അറബിയിലും ഹീബ്രുവിലൊക്കെ പ്രത്യേകിച്ച് ഒരു സംഗതി എഴുതി കഴിഞ്ഞാൽ അത് അക്ഷരം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അതിന് സ്വരചിഹ്നങ്ങളൊന്നുമില്ല. ഒരു മെമ്മറി എയ്ഡ് മാത്രമാണ് വായിക്കാൻ വേണ്ടി എഴുതപ്പെടുന്ന സാധനങ്ങൾ. മെമ്മറിയിലാണ് ആദ്യം കമ്മിറ്റ് ചെയ്യുക. ഹിഫ്ള് ചെയ്ത്, അല്ലെങ്കിൽ ഹിഫ്ള് ചെയ്യണമെന്നില്ല, മെമ്മറിയിൽ ഉണ്ടാകുക, എന്താണെന്ന് മനസ്സിലായാൽ മതി വായിച്ചാൽ. അപ്പം അങ്ങനെ എന്താണെന്ന് അറിയാവുന്നവർക്കേ വായിക്കാൻ കഴിയൂ. അങ്ങനെ തൗറാത്തൊക്കെ എഴുതി വെക്കും. പക്ഷേ അത് വായിക്കുന്ന പണ്ഡിതന്മാർക്ക് അറിയാം, വായിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. പക്ഷേ വായിച്ച് പരിചയമില്ലാത്തവർക്ക് അത് വായിക്കാൻ കഴിയില്ല. സാധാരണ അറബികൾക്കൊന്നും അറബിയിൽ തൗറാത്ത് എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ കഴിയില്ല. അപ്പം പ്രധാനപ്പെട്ട സംഗതികളെ എഴുതി വെക്കാറുള്ളൂ. അങ്ങനത്തെ സംഗതികളെ വായിക്കേണ്ടതും ആവശ്യമുള്ളൂ. പ്രധാനപ്പെട്ട കവിതകളൊക്കെ അറബികൾ എഴുതി വെക്കുമായിരുന്നു. അല്ലെങ്കിൽ ചില നാട്ടിലുള്ള ആളുകൾ ആ നാടിൻ്റെ പ്രധാനപ്പെട്ട എപ്പിക്കുകൾ, ആ നാടുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങൾ, ഇതൊക്കെ എഴുതി വെക്കുന്ന രീതികളൊക്കെ പണ്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആസ്മാനി കിതാബ്, അള്ളാഹുവിൻ്റെ കിതാബ് ലഭിച്ച ആളുകൾ അവരുടെ കിതാബ് എഴുതി വെക്കും. ആ കിതാബ് എടുത്ത് പാരായണം ചെയ്യും. പക്ഷേ അറബികൾക്ക് അത്തരത്തിൽ പാരായണം ചെയ്യുന്ന രീതിയൊന്നുമില്ല. അവർക്കൊരു കിതാബും ഇല്ല. അതുകൊണ്ട് അവർ കിതാബ് ഗ്രന്ഥപാരായണം നടത്താത്ത ആളുകളാണ്. അത് അക്ഷരമറിയുക എന്നുള്ളതുമായിട്ട് അതിന് ബന്ധമില്ല യഥാർത്ഥത്തിൽ. അക്ഷരം പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ചിഹ്നമായിട്ടും എണ്ണമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അക്ഷരങ്ങൾ. പക്ഷേ ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഒരു ഗ്രന്ഥത്തിൻ്റെ ആളുകളല്ല. ആ അർത്ഥത്തിൽ നമുക്ക് ഉമ്മി എന്നുള്ള പദം കാണാൻ കഴിയും. അറബികളെ കുറിക്കാനും ഉമ്മിയായ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയായ നബി, അറേബ്യൻ പ്രൊഫറ്റ് എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് കാണാം. ആലു ഇമ്രാനിൽ കാണാം, ഫൈൻ ഹാജൂക്ക, അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ ഫക്കുൽ, അവരോട് ചോദിക്ക് അല്ലെങ്കിൽ പറ, അസ്ലം തു വജിഹിയ ലില്ലാഹി വമനിത്തബാൻ, ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു, അതുപോലെ എന്നെ പിൻപറ്റിയവരും. വക്കുല്ലില്ലദീന ഊത്തുൽ കിതാബ് വൽ ഉമ്മിയീൻ, ഊത്തുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവരോടും ചോദിക്ക്, വൽ ഉമ്മിയീൻ, ഉമ്മിയുകളോടും ചോദിക്ക്, ആ അസ്ലം തും, നിങ്ങൾ സമർപ്പിച്ചോ, നിങ്ങൾ സമർപ്പിക്കാനുണ്ടോ, നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നുണ്ടോ? ഫൈൻ അസ്ലമു, നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. വൈൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫൈന്നമ അലൈക്കൽ ബലാഗ്, നിനക്ക് ഉത്തരവാദിത്തം എത്തിക്കൽ മാത്രമാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു തൻ്റെ അടിമകളെ നന്നായിട്ട് കണ്ടറിയുന്നവനാണ്, കണ്ടുകൊണ്ടേയിരിക്കുന്നവനാണ്. അവിടെ ഊത്തുൽ കിതാബ വൽ ഉമ്മീന എന്നാണ് പറഞ്ഞത്. വഖുല്ലില്ലദീന ഊത്തുൽ കിതാബ വൽ ഉമ്മീന, കിതാബ് നൽകിയവരോടും ചോദിക്ക്, ഉമ്മിയുകളോടും ചോദിക്ക്, കിതാബ് നൽകപ്പെടാത്ത ആളുകളോടും ചോദിക്ക്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാം, വമിൻ അഹ്ലുൽ കിതാബി, അഹ്ലുൽ കിതാബിലുണ്ട് മൻ ഇൻ തഅ്മനു ബി ഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക്, നീ ഒരു സ്വർണ്ണക്കൂമ്പാരം നൽകിയാലും നിനക്കവർ തിരിച്ചു തരും. നീ അവരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സ്വർണ്ണക്കൂമ്പാരം നൽകിയാലും അവർ യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചു തരും. വമിന്നും മൻ ഇൻ തഅ്മൻഹു ബി ദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക്, നീ ഒരു ദീനാർ കൊടുത്താൽ പോലും നിനക്ക് തിരിച്ചു തരാത്ത ആളുകളും അക്കൂട്ടത്തിലുണ്ട്. ഇല്ലാ മദുംത അലൈഹി ഖായിമ, അതിനുവേണ്ടി നീ കണ്ടിന്യൂസ്ലി അവരെ ഫോഴ്സ് ചെയ്ത് നിൽക്കാതെ അവർ തിരിച്ചു തരില്ല. അതെന്തുകൊണ്ടാണ്? ദാലിക ബിഅന്നഹും ഖാലു, അവരുടെ നിലപാട് കൊണ്ടാണ്, ലൈസ അലൈന ഫിൽ ഉമ്മീന സബീലുൻ, അവരുടെ വിശ്വാസം അവർ പറഞ്ഞതുകൊണ്ടാണ്, അഥവാ അവരങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്, ലൈസ അലൈന ഫിൽ ഉമ്മീന സബീലുൻ, ഉമ്മിയുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന്. അഥവാ ജെൻറ്റൈൽസ് ആയിട്ടുള്ള വിജാതീയരായ അറബികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഊത്തുൽ കിതാബ്, അഹ്ലുൽ കിതാബ് പറഞ്ഞതുകൊണ്ടാണ്. ഇതുപോലെ സൂറ അറാഫിൽ മൂസ അലൈഹി സ്വലാമിൻ്റെ ഒരു ദുആ പറയുന്നുണ്ട്. ആ ദുആ വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് തുടങ്ങുന്ന ദുആയാണ്.
അള്ളാഹുവേ ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ രേഖപ്പെടുത്തണേ, ഇന്നാ ഹുദ്നായിലേക്ക് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ദുആ. ആ ദുആയിൻ്റെ ലാസ്റ്റ് പറയുന്നത് അള്ളാഹു പറയുന്നുണ്ട്, റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാത്തിനെയും എംബ്രേസ് ചെയ്യുന്നതാണ്. ഫസ അക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന സകാത്ത വല്ലദീനഹും ബി ആയാത്തിനാ യുഅ്മിനൂൻ. അത് ഞാൻ എഴുതുന്നത് രേഖപ്പെടുത്തുന്നു ലില്ലദീന യത്തഖൂൻ, തഖ്വ ചെയ്യുന്നവർക്ക്, വയുഅ്തൂന സകാത്ത, സകാത്ത് നൽകുന്നവർക്ക്, വല്ലദീനഹും ബി ആയാത്തിനാ യുഅ്മിനൂൻ, എൻ്റെ ആയത്തുകളെ വിശ്വസിക്കുന്നവർക്ക്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, ഉമ്മിയായ റസൂലിനെ പിൻപറ്റുന്നവർക്ക്, ഉമ്മിയായ റസൂൽ, അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇഞ്ചീൽ, തൗറാത്തിലും ഇഞ്ചീലിലും എഴുതപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട ഉമ്മിയായ റസൂലിനെ പിൻപറ്റുന്നവർക്ക് എന്ന ആയത്തിൽ പറയുന്നു. യഉമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, അദ്ദേഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വയുഹില്ലു ലഹുമു തയ്യിബാത്ത്, അവർക്ക് പരിശുദ്ധമായതൊക്കെ അദ്ദേഹം ഹലാലാക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായതൊക്കെ അദ്ദേഹം അവർക്ക് വിലക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ അദ്ദേഹം എടുത്തു വെക്കുന്നു. വല്ലഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവരെ ചുറ്റി വരിഞ്ഞ ചങ്ങലകൾ അദ്ദേഹം എടുത്തു മാറ്റുന്നു എന്ന് അള്ളാഹു അവിടെ പറയുന്നു. ഉമ്മിയായ റസൂൽ എന്നാണ് പറഞ്ഞത്. അതുപോലെ സൂറ ജുമുഅയിൽ നമുക്കറിയാം, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ, അദ്ദേഹമാണ് ഉമ്മിയികളിലൊരു റസൂലിനെ നിയോഗിച്ചത്. അപ്പോൾ അവിടെ മൊത്തം അറബികളെയാണ് ഉമ്മിയീൻ പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഉമ്മിയികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡയിലായിട്ടുള്ള അറബികൾ, കിതാബില്ലാത്തവർ എന്നർത്ഥം. അതിന് നേരെ വിപരീതമാണ് ഊത്തുൽ കിതാബ് അല്ലെങ്കിൽ അഹ്ലുൽ കിതാബ്, കിതാബുള്ളവർ. അപ്പോൾ കിതാബ് പാരായണം ചെയ്യാത്തവരാണ്. കിതാബ് പാരായണം ചെയ്യാത്ത ആളുകൾ അത് ജൂതരാണെങ്കിലും അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അമിൻഹും, അവരിൽ ഇങ്ങനെയുമുണ്ട് ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ്, കിതാബ് അറിഞ്ഞുകൂടാത്ത ഉമ്മിയുകളുണ്ട്. കിതാബ് നല്ലവണ്ണം അറിഞ്ഞ് അതിനെ തഹരീഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനു പുറമെ ഇങ്ങനെയും ആളുകളുണ്ട്. ഇല്ല അമാനിയ, ഒന്നുകിൽ അത് നേരത്തെ പറഞ്ഞതിനെ അക്സെപ്റ്റ് ചെയ്യാണ്, ഒരു എക്സംഷൻ പറയാണ്. കിതാബ് അറിയില്ല, അമാനിയല്ലാതെ, അവരുടെ ആഗ്രഹങ്ങളല്ലാതെ, ഉമ്നിയത്തിൻ്റെ പ്ലൂറലാണ് അമാനിയ, അവരുടെ ആഗ്രഹങ്ങളല്ലാതെ, അവരുടെ ഇൻറ്റൻസ് ഡിസയർ അല്ലാതെ, അല്ലെങ്കിൽ അതൊരു കട്ടാണ്. അതായത് ഫസജദു, അവരൊക്കെ സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറയുന്നത് പോലെ, ഒരു ഗണത്തെ പറഞ്ഞിട്ട് ആ ഗണത്തിൽ പെടാത്തതാണെങ്കിൽ അവിടെ ഒരു കട്ടാണ്. കാരണം മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ എന്ന് പറയണമെങ്കിൽ മലക്കിൽപ്പെട്ട ആളായിരിക്കണം. പക്ഷെ മലക്കിൽ പെടുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസ് ചെയ്തില്ല. ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, വെള്ളം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴികെ ഫ്രൂട്ട്സ് കഴിച്ചു എന്നല്ല, ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, ഇല്ലൽ മാ, വെള്ളം ഒഴികെ എന്നല്ല, വെള്ളം കഴിച്ചില്ല എന്നതുപോലെ കിതാബ് അവർക്ക് അറിയില്ല, ഇല്ല അമാനിയ, അവർക്ക് അതിനുള്ള തീവ്രമായ ആഗ്രഹവുമില്ല, ഇൻറ്റൻസ് ഡിസയറുമില്ല. അങ്ങനെ അർത്ഥം പറയാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ കിതാബ് അറിയില്ല, ഇല്ല അമാനിയ, അവരുടെ ആഗ്രഹങ്ങളല്ലാതെ. വ ഇൻഹും ഇല്ല യളുന്നൂൻ, അവരത് കേവലം ചില ഗസ്സിങ് ആണ്, ചില ഊഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ കിതാബൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്തൊക്കെയോ ചില തോന്നലുകൾ മാത്രമാണ് അവർക്കുള്ളൂ, ചില വിചാരങ്ങളാണ്, അവരുടെ ചില ഭാവനകൾ മാത്രമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവരിൽ ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹ് പറയുന്നത്, ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ, കിതാബ് എഴുതുന്ന ആളുകൾക്ക് നാശം, ബി ഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് കിതാബ്, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നൊക്കെയാണ് കിതാബിൻ്റെ അർത്ഥം. സ്വന്തം കരങ്ങൾ കൊണ്ട് നിർദ്ദേശ നിയമങ്ങൾ എഴുതുകയും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ എഴുതിയിട്ട് സുമ്മ യഖൂലൂന, എന്നിട്ട് പറയുന്നവർ, ഹാദാ മിൻ ഇൻദില്ല, ഇത് അള്ളാഹിൻ്റെ നിയമമാണ് എന്ന് പറയുന്നവർക്ക് നാശം. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ലിയഷ്തറു ബിഹി സമനം ഖലീല, തുച്ഛമായ വിലക്ക് വേണ്ടിയിട്ട്, തുച്ഛമായ വില സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുച്ഛമായ വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അവർക്ക് നാശം. ഫവൈലുൻ ലഹും മിമ്മാ കതബത്ത് ഐദീഹിം വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ, അവർ എഴുതിയതും നാശം, അവർ സമ്പാദിച്ചതും നാശം. അവരെഴുതിയതും നാശമാണ്, എന്തൊക്കെ അവരെഴുതിയോ അത് ഒക്കെ നാശമാണ്. അതുപോലെ അവരതുകൊണ്ട് എന്തൊക്കെ സമ്പാദിച്ചോ
അതും നാശം തന്നെ. അതിനുശേഷം അവരുടെ ഒരു പ്രത്യേക നിലപാടിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക വിശ്വാസത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.